മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഗുരുവായൂർ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനോ വേങ്ങര മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ.എം. ഷാജിയും പറഞ്ഞതിന്റെ രണ്ടു ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വിവേകമുള്ള ഓരോ മലയാളിയും ചിന്തിച്ചു നോക്കണം, ഇവരുടെ ഈ ഒരു പ്രസ്താവനയൊക്കെ കേട്ടിട്ട് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ പച്ചവർഗീയത വിളിച്ചു പറയുന്നത് എന്ന്. എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ പച്ചവർഗീയത പറയുന്നതിന് ഇവിടെ കേരളത്തിൽ ചർച്ചയാവുന്നില്ല? അതെങ്ങനെ മതേതരത്വമാവുന്നു? ഇതൊക്കെ വിവേകമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാണ്. നിയമസഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ ഗുരുവായൂർ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ. ഗുരുവായൂരപ്പന് കൊടുക്കാനുള്ളതാണോ? ഗുരുവായൂരപ്പന് കൊടുക്കാനായിട്ട് ഭഗവാന് കദളിക്കൊല സമർപ്പിച്ചിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വീണ്ടും ഇറങ്ങണം. ഭഗവാന് സമർപ്പിക്കാൻ എനിക്കല്ലേ പറ്റൂ, ബാക്കി രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ സമർപ്പിക്കണ്ടേ, അപ്പോൾ അത് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ കേട്ടില്ലേ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ കദളിക്കുല സമർപ്പിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഇതൊന്നും സാധ്യമല്ലല്ലോ. ഇത് പുറത്തു വന്നതോട് കൂടിയിട്ട് ആളുകൾ ബഹളം വെക്കും. മതം ഇതിൽ എന്ത് മതം പറഞ്ഞു എന്നായി പറയുന്നത്? ഇവിടെ മുസ്ലിം പള്ളികളിൽ മറ്റു മതങ്ങളിലെ ആളുകൾ കയറുന്നില്ല, അവിടുത്തെ ആരാധനകൾ ചെയ്യുന്നില്ല. ഇതൊക്കെ ഇവിടെ എല്ലാ ആളുകൾക്കും അറിയുന്നല്ലേ. അതേപോലെ തന്നെ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് മാത്രമേ സാധ്യമാവുന്നുള്ളൂ, അത് ഞാൻ ചെയ്യുന്നു. അതിന് എന്തിനാണ് ഇത്രത്തോളം ആളുകൾ കുരുപൊട്ടിയിട്ട് വർഗീയതയോ എന്ന് പറയുന്നത്? അതേസമയം ഇവിടെ വേങ്ങര മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഒരുപാട് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്ന ആളാ. മതം മാത്രമേ പറയൂ, വർഗീയത മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കേരളത്തിൽ പ്രത്യേക രീതിയിൽ അത് വെളുപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ശ്രമം നടത്തിയിട്ട് മതേതര നായകനാണ് എന്ന ഉളുപ്പില്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ കെ.എം. ഷാജിയെ പറയാറില്ല. ഏതായാലും കെ.എം. ഷാജി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ, എന്നിട്ട് വിവേകത്തോടു കൂടി ചിന്തിച്ചു നോക്കൂ, ആരാണ് ഇവിടെ വർഗീയത പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടുനോക്കൂ. എന്തേ അങ്ങ് തെക്കിൽ കാണുന്ന പോലെ ഈഴവന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലില്ല? മുസ്ലിങ്ങളെ തകർക്കാൻ അവന്റെ ഇസ്സത്ത് മാത്രം തകർത്താൽ മതി. വളരെ ആസൂത്രിതമായി അത് നടക്കുന്നു. സ്നേഹമുള്ളവരെ, CPM-ൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ, SFI-ലും DYFI-ലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കുകയാണ്. ഓ, ലീഗിന് ക്ഷീണായി പോയി. ലീഗിന്റെ ആഫീസിന്റെ പരിസരത്ത് നിന്നല്ല അവര് പോകുന്നത്, അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. മുസ്ലിം കുട്ടികളെ, പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ തെരുവിൽ നൃത്തം ചവിട്ടിച്ച് സമുദായത്തെ വെല്ലുവിളിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ എത്ര തന്നെ പുരോഗമനമില്ലാത്തവരായി ഞങ്ങളെ മുദ്ര കുത്തിയാലും ആക്ഷേപമില്ല. ഈ ദീന് വിട്ടു കളിക്കാൻ ഞങ്ങളെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മതമല്ല 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 പ്രശ്നം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതമല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. നിങ്ങൾ കേട്ടില്ലേ കെ.എം. ഷാജിയുടെ മറ്റൊരു പ്രസംഗത്തിന്റെ ഭാഗം? ഇതുപോലെ ഒരുപാടുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? മുസ്ലിം ലീഗിൽ നിന്ന് ആര് പോയാലും മതത്തിൽ നിന്ന് പുറത്ത് എന്നല്ലേ പച്ചക്ക് വിളിച്ചു പറയുന്നത്? CPM-ലോ DYFI-ലോ SFI-ലോ മെമ്പർഷിപ്പ് എടുത്താൽ മുസ്ലിം ലീഗ് എന്നല്ല അത് പോകുന്നത്, ദീനിൽ നിന്നാണ് എന്ന് പറയുന്നതിനെ അല്ലേ പച്ചവർഗീയത? യഥാർത്ഥത്തിൽ ഈ LDF-ലുള്ള BJP-യിലുള്ള മറ്റു പാർട്ടികളിലുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകളെ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കെ.എം. ഷാജി അപമാനിക്കുന്നത്. അവരൊക്കെ മോശം വിശ്വാസികൾ, ലീഗിലുള്ളത് മാത്രം മുൻകൈരം. ഇതല്ല പച്ചക്ക് വിളിച്ചു പറയുന്നത്. മലബാറിൽ ഇന്ന സാധനങ്ങളില്ല, മുസ്ലിങ്ങളെ ഇതൊക്കെ തന്നെയല്ലേ പച്ചവർഗീയത? ഇത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ വലിയ പുകല്. മലബാറിൽ അതില്ല, ഇതില്ല, എന്തും പറയുക. ഏത് രീതിയിലാ മുസ്ലിങ്ങൾക്ക് നേരെ എന്തോ വരും. അതേപോലെ മതം മതം മതം, അതാണ് ഞങ്ങളുടെ സകലതും, അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്, അതിനുവേണ്ടിയാണ് പാർട്ടി, സമുദായം സമുദായം സമുദായം. ഇതിലപ്പുറം ഒന്നും കെ.എം. ഷാജി പ്രസംഗിക്കാറില്ല. ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ ഇന്നേ വരെയായിട്ട് BJP അല്ലാത്ത സകല ഹിന്ദു ആളുകളും
ഈ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? ഒരിക്കലും പ്രസംഗിച്ചില്ല. അദ്ദേഹം എവിടെയെങ്കിലും മറ്റു മതങ്ങളെ തോന്നിയതുപോലെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എവിടെയെങ്കിലും യഥാർത്ഥ വിശ്വാസികൾ BJP എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതേസമയം KM ഷാജി ഇവിടെ മതത്തിന് വേണ്ടി മാത്ര UDF അധികാരത്തിലേക്ക് എത്തുന്നത് എന്ന് പോലും നിരവധി തവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മതത്തിന് വേണ്ടി മാത്രം. ഇയാളൊക്കെ നാളെ UDF എങ്ങാനും അഥവാ അധികാരത്തിലെത്തിയാൽ മന്ത്രിയാവുമെന്ന് ഉറപ്പുള്ള ഒരുത്തരാ. ഇയാളൊക്കെ മന്ത്രിയായാൽ മറ്റു മതങ്ങളിലുള്ള ആളുകളെ എങ്ങനെയാണ് പരിഗണിക്കുക? മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റ് മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഇയാള് പരിഗണിക്കുക? ഇയാളൊപ്പം എന്ത് പറയൂ? മുസ്ലിം ലീഗ് മാത്രമേ മുസ്ലിമുള്ളൂ, ബാക്കിയൊക്കെ മോശമാണ്. അങ്ങനെ തന്നെയല്ലേ ഈ പറയുന്നത്? DYF ആയിക്കൊള്ളട്ടെ, LDF ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, മറ്റേതായിക്കൊള്ളട്ടെ, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മോശമാണ്. ഇതല്ലേ ഇതൊക്കെ യഥാർത്ഥത്തിൽ എത്രത്തോളം മതം പറഞ്ഞ് പാർട്ടിയെ പിടിച്ചു നിർത്തലല്ലേ? മതം പറഞ്ഞ് പേടിപ്പിച്ച്, മതവിശ്വാസികളെ പേടിപ്പിച്ച്, സകല മതവിശ്വാസികളെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന പച്ചവർഗീയതയുടെ പ്രസംഗമല്ലേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നിരന്തരം ഈ KM ഷാജി കിടന്നിങ്ങനെ തുപ്പിക്കൊണ്ട് മുന്നോട്ട് വന്ന്? ഇതെന്തേ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഒരിക്കൽ പോലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാത്തത്? ഇവിടെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അത്യാവശ്യത്തെ ഉയർത്തിപ്പിടിക്കുമ്പോ അത് വലിയ പ്രശ്നം. ഇവിടെയുള്ള സകല മാധ്യമങ്ങളും വണ്ടി വിളിച്ച് അവിടെ പോയിട്ട് കൂട്ടമായിട്ട് ചർച്ച ചെയ്യാൻ ആളുകൾ മത്സരിക്കുക. അതേസമയം വേങ്ങരയ്ക്ക് പോയിട്ടൊന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ഈ KM ഷാജിയോട് ചോദിക്കാൻ ഇവിടെയുള്ള ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങുന്നുണ്ടോ? ആരും ഇറങ്ങുന്നില്ല. ഇതെന്തോ മതേതരത്വം പോലെയാ. ഞങ്ങൾ മതത്തിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വനിതാ ലീഗ് നേതാവ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ജനാധിപത്യ ബോധമൊന്നുമില്ല. ഞങ്ങൾ സ്വത്വത്തിന്റെ പേരിൽ, ഞങ്ങൾ മതത്തിന്റെ പേരിൽ ഞങ്ങൾ ഐക്യപ്പെടും, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞത് സകലരും കേട്ടതല്ലേ? മാതൃഭൂമിയുടെ പ്രോഗ്രാമിൽ നിന്നാ വിളിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് വലിയ ജനാധിപത്യ ബോധമൊന്നുമില്ല, ഞങ്ങൾ മത ഐക്യം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഞങ്ങൾ അത് തന്നെ ചെയ്യുമെന്ന് എത്ര തവണ പറയുന്നു? ഈ KM ഷാജി എന്തൊക്കെ വിളിച്ചു പറയുന്നത്? ഇതൊന്നും നമ്മുടെ കേരളത്തില് ഒരു ചർച്ചയല്ല. ഞാനൊരു കാര്യം അങ്ങ് എടുത്ത് മുന്നോട്ട് വെക്കാം. ഇവിടെ ഈ പറയുന്ന ഷാജിയൊക്കെ ജയിച്ച് ഒരു UDFന്റെ അധികാരത്തിലേക്ക് കേരളമൊക്കെ എത്തിയാൽ അതിവിടെ ഒരു സമാധാനവും കേരളത്തിലൊന്നും ഉണ്ടാവൂല. ഇവരുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാം ഇവരൊക്കെ ഒരു ടീമായി നിന്ന് മറ്റു മതങ്ങളിലുള്ള ആളുകളെ, മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റു മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇയാളൊക്കെ വേട്ടയാടും. മുസ്ലിം ലീഗ് അല്ലാത്ത ബാക്കി എല്ലാ ആളുകളും മോശം മുസ്ലിങ്ങളാണ് എന്ന് പോലും ഇയാൾ വിളിച്ചു പറയുന്നതല്ല നിങ്ങൾ ഈ കേട്ടത്? ഇയാളൊക്കെ മതം മാത്രം വിളിച്ചു പറഞ്ഞ മുസ്ലിം ലീഗ് വളർത്തുന്നത്. മതത്തിലുള്ള സാധാരണക്കാരെ പേടിപ്പിച്ചിട്ട് വർഗീയത തുപ്പിയ മുസ്ലിം ലീഗ് പോകുന്നത്. ആ മുസ്ലിം ലീഗ് ഇവിടെ വലിയ മതേതരത്വം. അതേസമയം ഗോപാലകൃഷ്ണന് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹിന്ദു പുണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ആവശ്യം പോലും അവിടെ കട്ടുമുടിക്കൽ നടക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള ആള് അവിടെ എത്തിയാലേ അതിൽ നിന്നൊക്കെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ കട്ടുമുടിക്കലൊന്ന് അവസാനിപ്പിക്കാൻ, ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കട്ടുമുടിക്കലൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞത് മുതൽ ഗോപാലകൃഷ്ണന്റെ പിന്നിൽ വലിയ വേട്ടയാടല. അതേസമയം യഥാർത്ഥത്തിൽ പച്ച വർഗീയത തുപ്പിപ്പോകുന്ന KM ഷാജിയെ സംബന്ധിച്ച് ഇവിടെ ഒരു ചർച്ചയില്ല. ഈ UDFിനെയൊക്കെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിക്കണോ എന്നുള്ളത് ഓരോ മലയാളിയും 1000 തവണ ചിന്തിച്ചു നോക്കൂ.